ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇറ്റിയോസ് ലീവാണ്. ഇറ്റിയോസ് കൊറോള അൾട്ടീസ് ഇതിനൊക്കെ വരാവുന്ന ഒരു കംപ്ലൈൻ്റാണ് ഓയിൽ ലീക്ക്. അത് ഇതിൽ കൂടെയാണ് ഓയിൽ ലീക്ക് വരിക എന്നുള്ളത്. അത് കിലോമീറ്റർ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,36,800 സംതിങ് ഓടിയ വണ്ടിയാണ്. 57 ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡീസൽ വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനൊരു ലീക്ക് ഏത് നിമിഷം പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു ലീക്കേജ് നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര പണി കിട്ടും. എൻജിൻ ഓയിൽ തീർന്ന് വണ്ടി വഴിയിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിശദമായ വീഡിയോ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാര്യം നമുക്ക് ചെയ്യാൻ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കൂടെ ഓയിൽ സ്റ്റാർട്ടിങ്ങിൽ കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഗ്യാപ്പ് കൂടെ ഈ 4 ബോൾട്ട് അയച്ച് ഈ മെറ്റൽ പീസാണ്. അതുകൊണ്ട് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡമ്മി വരുന്നുണ്ട്. ഒരു നമ്മുടെ ഓയിൽ സീലിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഡമ്മി ഇരുമ്പിൻ്റെ മേലെ ഒരു റബ്ബറിൻ്റെ കോട്ടിംഗ് ആയിട്ട് വരുന്ന ഈ ഇൻഡിക്കൊക്കെ വരുന്ന പോലത്തെ ഈ വാൾ കവറിൻ്റെ സൈഡിലൊക്കെ വരുന്ന ഇതാണ് സാധനം. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് നമ്മൾ എടുത്തിട്ട് ഇത് തന്നെയാണ് നമ്മൾ അതിന്മേൽ ഇടുന്നതും. ഇത് നമുക്ക് ബോണ്ട് തേച്ചിട്ട് ഇതന്നെ സെറ്റ് ചെയ്യാൻ നമ്മൾ പോണത്. ഇത് അയച്ചെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ. ഇത് അയച്ചെടുക്കുന്നതിന് മുന്നോടിയായിട്ട് പറയുന്നതിൻ്റെ ഇടയിൽ കാണിച്ചാണ്. അപ്പോൾ ഇത് അയക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 വോൾട്ട് അയക്കുക. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഇതന്നെ ഇടുന്നതെന്ന് പറയാൻ കാരണം ഇത് കിട്ടാനില്ല. ഇതിൻ്റെ ഒരു അന്വേഷണത്തിന് എനിക്ക് ഈ ഡമ്മി കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ബോണ്ട് തേച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ 4-5 വണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല ബോണ്ട്. പിന്നെ അത് വെറുതെ ഇതിന് വലിയ പൈസ ചിലവൊന്നുമില്ല. പക്ഷെ സാധനം കിട്ടാനില്ല. ഷോറൂമിലടക്കം ഓർഡർ ചെയ്തിട്ട് കിട്ടിയില്ല. അങ്ങനെയാണ് ഒഴിവാക്കി. അങ്ങനെ ഇതിപ്പോൾ ഊരിയെടുക്കുമ്പോൾ കുറച്ച് ഓയിൽ വരും. നമ്മൾ ഓൾറെഡി ഓയിൽ സമ്മിന്ന് ഓയിൽ ചോർത്തിയതാണെങ്കിൽ പോലും ഇതിൽ കൂടെ വരുന്ന ഓയിൽ ഇപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇത്രയും ഓയിലിനെ തടുത്ത് നിർത്തുന്ന ഒരു ഓയിൽ ഡമ്മിയാണ്. അപ്പോൾ ആ ഡമ്മി സീൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓയിൽ ലീക്കാവുകയും ചെയ്യും. നമ്മുടെ വണ്ടിക്ക് ഓയിൽ കുറഞ്ഞിട്ട് അതിന് വേറെ വലിയ പണിയും കിട്ടാനും സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ ഓടിക്കുന്ന ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പണി കിട്ടും. ഇത് പിന്നെ മുറ്റത്തൊക്കെ ഓയിൽ വന്ന് ഇൻ്റർലോക്കിലൊക്കെ ഓയിൽ വന്ന് അങ്ങനെയാണ് ഈ കസ്റ്റമർ നമ്മളെ ഓയിൽ ലീക്കാണെന്ന് പറഞ്ഞ് വിളിച്ച് വണ്ടി അവിടെ നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. ഇതുപോലെ തന്നെ കൊറോള അൾട്ടീസ് എല്ലാറ്റിനും ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോണ്ട് തേച്ച് ഫിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ആദ്യം കാണിച്ച ഡമ്മി ഇത് തന്നെയാണ്. ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് ഇടുന്നത്. പറഞ്ഞില്ല, പുതിയത് കിട്ടാഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. പഴയ തന്നെ ഇതുപോലെ ബോണ്ട് തേച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലീക്കേജ് വരില്ല. അങ്ങനെ കേട് വന്ന് പോയതൊന്നുമല്ല. സംഭവം ഹീറ്റായിട്ട് അതൊന്ന് ഹീറ്റായിട്ടായിക്കൂടെ ലീക്ക് വരുന്നതാണ്. കാലപ്പഴക്കം കൊണ്ട് വരുന്ന ഒരു ലീക്കാണ്. നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ റീസെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ വരുന്ന കവറും ഫിറ്റ് ചെയ്ത് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഓയിൽ ഒഴിക്കുക, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.